ബ്ലെസ്സിങ്സ്. വീണ്ടും കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ മുമ്പാകെ കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പുതിയൊരു പഠനം തുടങ്ങുകയുണ്ടായി. നമ്മൾ ബൈബിൾ കാണുന്ന പുരുഷന്മാരും സ്ത്രീകളുടെ ജീവിതത്തിൽ നിന്ന് എന്തെല്ലാം ജീവിത പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും, ദൈവത്തിൻ്റെ ആത്മാവ് എന്തെല്ലാം നമ്മൾ അവരുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ചിലവരുടെ ജീവിതത്തിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ചെയ്യരുതെന്നാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണണം. അനേക വ്യക്തികളുടെ ജീവിതം നമ്മൾ പരിശോധിച്ച് അവരുടെ ജീവിതത്തിൽ നിന്ന് ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. ഓരോ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒത്തിരി അനേക കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഏറ്റവും ചുരുക്കത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ തുടങ്ങിയത് യേശുവിൻ്റെ 12 ശിഷ്യന്മാർ അല്ലെങ്കിൽ 12 അപ്പോസ്തലന്മാരിൽ നിന്നായിരുന്നു. ആ അപ്പോസ്തലന്മാരിൽ തന്നെ ഏറ്റവും പ്രധാനിയായ പത്രോസിൻ്റെ ജീവിതമാണ് നമ്മൾ പരിശോധിച്ചത്. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് യാക്കോബിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ്. നമുക്ക് വചനത്തിൽ നിന്ന് കാണാം, യാക്കോബിനെ ദ സൺ ഓഫ് സബദി എന്നാണ് പറയുന്നത്. സൺ ഓഫ് സബദി, സബദി മക്കൾ എന്ന് പറയുന്നതാണ് യാക്കോബും യോഹന്നാനും, സഹോദരങ്ങൾ. അവരെക്കുറിച്ച് ഫസ്റ്റ് തന്നെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരുന്നത് ദെയർ സീൽ ഫോർ ക്രൈസ്റ്റ്. അവർക്ക് ഉള്ള ഒരു പേര് തന്നെ ഇങ്ങനെയായിരുന്നു, സൺസ് ഓഫ് തണ്ടേഴ്സ്. മാർക്ക് 3:17 നമുക്ക് കാണാം, സൺസ് ഓഫ് തണ്ടേഴ്സ് അല്ലെങ്കിൽ ഇടിമക്കൾ എന്നാണ് അവരെ വിളിച്ചിരുന്നത്. ബിക്കോസ് ഓഫ് ദെയർ ഫെയറി സ്പിരിറ്റ്, ഒരു ഭയങ്കര സെലസായി യേശുവിന് വേണ്ടി എന്തും ചെയ്യും എന്നുള്ളൊരു മനോഭാവമുള്ളവരായിരുന്നു. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ ലൂക്കോസ് 9-ാം നമുക്ക് വായിക്കാൻ കഴിയും. യേശു ശമരിയരോട് സുവിശേഷം അറിയിക്കുക. ശമരിയ ചെന്നു, പക്ഷേ യേശുവിനെ അവിടെ അവർ റിജക്റ്റ് ചെയ്യുന്നത് കാണാൻ കഴിയും. ശമരിയർ ഫസ്റ്റ് ടൈം ലൂക്കോസ് 9 നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവർ രണ്ടുപേരും പറയുന്ന ഒരു കാര്യമുണ്ട്, എലിയാവ് തീ ഇറക്കിയതുപോലെ ഇവരുടെ മേൽ തീ ഇറക്കണം കർത്താവേ എന്ന്. അപ്പോൾ ജീസസ് റിബ്യൂക്ഡ് ദം. അല്ലെങ്കിൽ നിങ്ങൾ ഏത് ആത്മാവിൻ വിധേയര എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ യേശു ചലിച്ചിരുന്ന ഇൻ ദ സ്പിരിറ്റ് ഓഫ് ലവ്. അവർ സീൽ ഫോർ ദ ക്രൈസ്റ്റ് മസ്റ്റ് സറണ്ടർ ടു ദ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ്, സ്പിരിറ്റ് ഓഫ് ലവ്. രണ്ടാമത്തെ കാര്യം, they left everything, even their family and material things when Jesus called them. മത്തായി 4-ാം തൻ്റെ അപ്പൻ്റെ കൂടെ അല്ലെങ്കിൽ അപ്പൻ്റെ വേറെ 2 സഹോദരൻ കൂടിയിരുന്ന്, അപ്പോൾ അവിടെ ഏതാണ്ട് 4-5 ആൾക്കാർ അവിടെ കൂടിയിരിക്കുമ്പോൾ യേശു വന്ന് ഇവരെ വിളിക്കുകയാണ് തൻ്റെ ശിഷ്യന്മാരാവാൻ വേണ്ടി. അവർ ഉടനടി ആ വലയും വിട്ടു, ആ ബോട്ട് വിട്ടു, ആ വല വിട്ടു, തൻ്റെ അപ്പനെയും ആ 2 സഹോദരങ്ങളെയും വിട്ടു. 2 പേരും യേശുവിനെ പിൻപറ്റുന്ന നമുക്ക് കാണാൻ കഴിയും. ട്രൂ ഡിസൈപ്പിൾഷിപ്പ് മീൻസ് ലിവിങ് അവർ കംഫർട്ട് സോൺ. മേ ബി വി ഹാവ് ടു ലീവ് അവർ ഫാമിലി ഫോർ സം ടൈം. മൂന്നാമത്തെ കാര്യം, ദ ഡേഞ്ചർ ഓഫ് അംബീഷൻ. നമുക്ക് അംബീഷൻ നല്ലതാണ്, പക്ഷേ ദർ മേ ബി എ ഡേഞ്ചേഴ്സ് കണക്റ്റഡ് വിത്ത് ദം. അതിന് കാരണം മാർക്കോസ് 10-ാം നമുക്ക് കാണാം, സെബദിയുടെ മക്കളായ യാക്കോബ് യോഹന്നാനും അവൻ്റെ അടുക്കൽ വന്ന അവനോട്, ഗുരു, ഞങ്ങൾ നിന്നോട് യാചിക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. അവർ യേശുവിനോട് ചോദിക്കുന്നു, 37-ാം വാക്യം വായിക്കുമ്പോൾ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിക്കുവാൻ വരം നൽകണമെന്ന് യേശുവിനോട് ചോദിച്ചു. യേശുവിൻ്റെ മറുപടി നമുക്ക് കാണാം, നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്. നിങ്ങൾ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷകരാകണം. നിങ്ങളുടെ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാവരും ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, ശുശ്രൂഷിക്കുവാൻ അനേകർക്ക് വേണ്ടി തൻ്റെ ജീവൻ മറുവലിയായി കൊടുക്കുവാനും അത്രയും വന്നത്. യേശു അവരെ പഠിപ്പിക്കുകയാണ്, ദ ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് കിങ്ഡം കംസ് ത്രൂ ഓൺലി ദ സെർവൻഹുഡ്. അല്ലെങ്കിൽ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. 4-ാമത്തെ കാര്യം, ദ വിറ്റ്നസ് ജീസസ് ഗ്ലോറി മെനി ടൈംസ്. യേശു ചെയ്ത വലിയ അത്ഭുതങ്ങൾ മാർക്കോസ് 5-ാം നമുക്ക് കാണാം, ദ റൈസിംഗ് ഓഫ് ദി ജയറസ് ഡോട്ടർ. ആ കുഞ്ഞിനെ ഉയർപ്പിക്കുമ്പോഴും ഈ 3 പേരെയാണ് കർത്താവ് തിരഞ്ഞെടുത്ത് അവർ തൻ്റെ കൂടെ നിർത്തിയത്. മത്തായി 17-ാം ട്രാൻസ്ഫിഗറേഷൻ. യേശു മറുരൂപ മലയിൽ യേശുവിൻ്റെ രൂപാന്തരം സംഭവിക്കുമ്പോൾ അത് കാണാൻ ഭാഗ്യം ലഭിച്ചത് ഇവർക്കാണ്. ദേ വെർ സോ ക്ലോസ് ടു ജീസസ്. യോഹന്നാൻ, യാക്കോബ്, പത്രോസ്, they were so close to Jesus.
ഈവൻ ഇൻ ദ ഗെറ്റ്സമനെ യേശുവിൻ്റെ അഗ്നി, ആ ഒരു വ്യതയിലൂടെ യേശു കടന്നു പോകുന്നതും ഇവർ കാണാനിടയായി. ഇതിൽ നിന്നൊക്കെ കാണാൻ കഴിയും ദ ക്ലോസ്നെസ് ടു ക്രൈസ്റ്റ് ഡീപ്പൻസ് അവർ ഫെയ്ത്ത്, ബട്ട് വിത്ത് ദാറ്റ് കംസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഡീപ്പർ സാക്രിഫൈസ്. നമ്മൾ യേശുവിനോട് കൂടുതൽ ക്ലോസ് ആകും തോറും നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ തന്നെ ഡീപ്പർ സാക്രിഫൈസ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അതിന് മറ്റൊരു ഉദാഹരണമാണ് ദർ ഇസ് എ കോസ്റ്റ് ഫോർ ഡിസൈപ്പിൾഷിപ്പ്. കർത്താവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഏറ്റവും ആദ്യം കൊല്ലപ്പെട്ടത് ഈ യാക്കോബായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 12 വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഹെറോദ് അഗ്രിപ്പ രാജാവ് യാക്കോബിനെ ശിരച്ഛേദം ചെയ്തു. ചിലപ്പോൾ യേശുവിനെ പിൻപറ്റുന്നത് അതിനു വേണ്ടി ഇറ്റ് മേ കോസ്റ്റ് അവർ ലൈഫ് ഇറ്റ് സെൽഫ്. 6ാമത്തെ പ്രധാന കാര്യം, ഹി വാസ് ഫെയ്ത്ത്ഫുൾ അണ്ടിൽ ഹിസ് ഡെത്ത്. യേശുവിനോട് ഏറ്റവും ഫെയ്ത്ത്ഫുള്ളായ നിന്ന ഡിസൈപ്പിൾ ഒന്നായിരുന്നു യാക്കോബ്. ഹല്ലേലൂയ, സ്തോത്രം. ഹി നെവർ ഡിനൈഡ്. യൂദ തള്ളി പറഞ്ഞു, പത്രോസ് തള്ളി പറഞ്ഞിട്ടുണ്ട്. പലതും നമുക്ക് കാണാൻ കഴിയും തൻ്റെ ശിഷ്യന്മാരിൽ വെച്ച്. പക്ഷേ യാക്കോബിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയില്ല. യേശുവിന് വേണ്ടി മരിക്കാൻ അത്രമാത്രം ഫയറി സ്പിരിറ്റോടുകൊണ്ട് നിന്ന യേശുവിൻ്റെ ശിഷ്യനായിരുന്നു യാക്കോബ്. യാക്കോബിൻ്റെ ജീവിതം ഞാനൊന്ന് ചുരുക്കി പറഞ്ഞ ദ ക്രൈസ്റ്റ് ലവ്, നമുക്ക് നമ്മുടെ സ്റ്റീൽ, യേശുവിനോടുള്ള സ്റ്റീൽ മസ്റ്റ് ബി റിഫൈൻഡ് ബൈ ലവ്. 2ാമത്തെ പോയിന്റ് പറഞ്ഞാൽ ഡിസൈപ്പിൾഷിപ്പ് ഡിമാൻഡ്സ് സാക്രിഫൈസ്. 3ാമത്തെ കാര്യം പറഞ്ഞാൽ നമുക്ക് പല അംബിഷൻസ് ഉണ്ടാവാം, ബട്ട് ഇറ്റ് മസ്റ്റ് ഗീവ് വേ ടു ഹ്യൂമിലിറ്റി. 4ാമത്തെ കാര്യം പറഞ്ഞാൽ ദ ക്ലോസ്നെസ് ടു ക്രൈസ്റ്റ് ബ്രിങ്സ് ബോത്ത് പ്രിവിലേജ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അവസാനമായി പറഞ്ഞാൽ ഫെയ്ത്ത് മേ റിക്വയർ അൾട്ടിമേറ്റ് സാക്രിഫൈസ്. ദൈവം ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത് അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതൊരു എപ്പിസോഡായിട്ട് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അനേക ദൈവദാസന്മാരുടെയും കർത്താവിൻ്റെ എല്ലാ ശിഷ്യന്മാർ, പല പ്രൊഫറ്റ്സ്, ഈവൻ ലൂസിഫറിൻ്റെ ജീവിതത്തിൽ നിന്ന് പോലും നമുക്ക് പല കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് പഠിക്കാനുണ്ട്. അല്ലെങ്കിൽ ഇതെല്ലാം അടുത്ത എപ്പിസോഡുകളിൽ ഞാൻ ഓരോന്നായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ വചനം നിങ്ങൾ അനുഗ്രഹിച്ചെങ്കിൽ അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.